ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ജീവിതം അനുമുള്ള PR തകർത്തോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പൊട്ടിക്കരയുന്ന അക്ബറിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ആര്യനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ആദില നൂറിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ മറന്നു പോകുന്ന കാര്യം, ഇവർ വന്നിട്ടുള്ളത് ബിഗ് ബോസ് ഹൗസിലോട്ടാണ് എന്നുള്ള കാര്യങ്ങൾ ഇവർ മറന്നു പോവുകയാണ്. ഇവിടുത്തെ ഒരു സെയിം പാറ്റേൺ എന്താണ്? ഓരോരുത്തനെ ചവിട്ടി അരച്ചതിന് ശേഷം മാത്രമേ മറ്റൊരാൾക്ക് വിജയിക്കാൻ സാധിക്കൂ. അങ്ങനെ ഒരു ഗെയിം റിയാലിറ്റി ഷോയാണിത്. ഇതൊരിക്കലും നമുക്ക് അനുമോളെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും തിരിച്ച് വാങ്ങുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പകൽ വെളിച്ചമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിപ്പം ഒരാളുടെ PR കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യപ്പെടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് തെറ്റായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ കരിവാരി തേച്ച് തന്നെയാണ് ഈ ഒരു ഷോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുള്ള ആൾക്കാർ പോയി പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹാർഷ് റിയാലിറ്റി എന്ന് പറയുന്നത്. കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഇറിറ്റേഷൻ തോന്നാം, പക്ഷേ എങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ നമുക്ക് കേൾക്കുന്ന സമയത്ത് വിഷമമുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഈ ആര്യൻ്റെയൊക്കെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചാറ്റാണെന്ന് പറഞ്ഞ് പുറത്ത് വിടുകയും അതേപോലെ തന്നെ മറ്റ് അവരുടെ പേരൻസിനെ ഇപ്പോൾ ഈ തെറി പറയാൻ പോവുകയും ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ഷോയിൽ മാത്രം നടക്കുന്ന ഒരു പ്രത്യേക കലാപരിപാടികളാണ് ഇതൊക്കെ. അപ്പം ഇതൊക്കെ വന്നിട്ട് വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഇവരിപ്പോൾ അറിഞ്ഞില്ലെങ്കിലും പുറത്തിറങ്ങിയതിന് ശേഷം അറിയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ സീസണുകളിലും ഓരോ കണ്ടസ്റ്റൻസും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് സീസൺ 6 കണ്ടസ്റ്റൻസ് ഒന്നും ഈ ഒരു സീസണിൽ വരുന്നില്ല? അവർക്കൊക്കെ ഇൻവിറ്റേഷൻ കിട്ടാത്തതുകൊണ്ടാണോ? അല്ല, അവർക്കെല്ലാം ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ മനഃപൂർവ്വം വരാത്തതാണ്. കാരണം അവരൊക്കെ മതിയായി പോയ ആൾക്കാരാണ്. ഈ ഒരു ഷോയിലോട്ട് വരുമ്പോഴത്തേക്ക് ഷോ എന്താണ്, അതിൽ നിന്നുണ്ടായിട്ടുള്ള കണ്ടസ്റ്റൻസിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതല്ലാതെ ഇവിടെ എന്തൊക്കെയോ ഇരിക്കുന്നു എന്ന് കരുതി വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, അനുമോളുടെ PR കൊണ്ട് മാത്രമാണ് എല്ലാവരെയും നശിപ്പിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. എന്തിനാണ് വെറുതെ നമ്മുടെ ജീവിതം ഒരാൾക്കാരുടെ മുമ്പിലോട്ട് വിരൽ തുമ്പിലേക്ക് ടൈപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞ് വന്നിട്ട് നിങ്ങൾ തന്നെ ഇവിടെ കരയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് ഇതിന് അത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും കപ്പ് അനുമോളിൽ നിന്ന് മാറ്റണം, അതിനുള്ള കളിയാണ് ഇവർ മാക്സിമം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇത്തരം കാര്യങ്ങളും പറഞ്ഞിട്ടും വാൺ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ കൊണ്ടൊക്കെ എന്തിന് കൊള്ളാം? എന്ത് ക്വാളിറ്റിയുള്ള ഗെയിമേഴ്സാണ് ഇവരൊക്കെ. ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും എടുത്ത് പുറത്ത് കളയുന്നുള്ളൂ. അങ്ങനെയെങ്കിലും പുറത്ത് കളഞ്ഞേക്കണം. ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബാക്കിയുള്ളതിൻ്റെ മാനസിക നില തെറ്റിക്കുക അല്ലാതെ ഇവന്മാരെ കൊണ്ടൊന്നും വേറെ ഒരു ഉപകാരവും ഇല്ല. അത് മാത്രമല്ല വെറുതെ അനുമോളെ പോലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടിയുള്ള പ്രൊമോഷനാണ് ഈ പൊട്ടന്മാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു ഷോയിനെ പറ്റി പറയാനുള്ളത്. ഞാൻ എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഈ ഒരു ഒറ്റ വ്യക്തിയുടെ PR കൊണ്ട് മാത്രമാണ് എല്ലാവരും നശിച്ചു പോകുന്നത് എന്നുള്ളത്. ഈ ഒരു ഷോയുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.